യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് അസ്വദുറായി ചോദിച്ചു, യാ നബി അല്ലാഹ്, ഇത്രകാലം ഞാൻ ഇസ്ലാമിന്റെ രഹസ്യങ്ങൾ ശത്രുപാളയത്തിൽ ചോർത്തി കൊടുത്ത മനുഷ്യനാണ്. ഇന്ന് എന്റെ ദീനിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ശത്രുവിന്റെ ഇടയിലേക്ക് പോവാൻ അവിടുന്ന് എന്നെ ഒന്ന് അനുവദിക്കുമോ നബിയേ? ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് അസ്വദ് റായി ഒരു വാള് കയ്യിലേക്ക് മേടിച്ചു. ശത്രുവിന്റെ ഇടയിലേക്ക് അസ്വദ് റായി പാഞ്ഞു പോവുകയാ. സുബ്ഹാനല്ലാഹ്, സെക്കൻഡുകൾ കഴിഞ്ഞില്ല വാപ്പാ, സെക്കൻഡുകൾ കഴിഞ്ഞില്ല പെങ്ങളെ. 80ഓളം വെട്ടുകളേറ്റിട്ട് അസ്വദ് റായിയുടെ ജനാസ അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മടിത്തട്ടിൽ കൊണ്ടുവെക്കുമ്പോ റസൂലുള്ളാന്റെ കണ്ണുകൾ നിറയുകയാണ്. റസൂലുള്ള പറയുന്നു, അമില ഖലീൽ വനാല കസീർ. സഹാബ, കർമ്മങ്ങൾ വളരെ കുറവാണ്. അസ്വദ് റായി നിസ്കരിച്ചിട്ടില്ല വാപ്പാ, അസ്വദ് റായി നോമ്പ് പിടിച്ചിട്ടില്ല വാപ്പാ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും പാരായണം ചെയ്തിട്ടില്ല പെങ്ങളെ. ആകെ ചെയ്തത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ സാന്ത്വന തീരങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അസ്വദ് റായിക്ക് പടച്ചറബ് കൊടുത്തത് ഷഹാദത്തിന്റെ പ്രതിഫലമാണെങ്കിൽ, മോനെ, അള്ളാഹുവിന്റെ സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കണോ? പടച്ചറബ് പരലോകത്ത് നിന്നെ ശുദ്ധിയാക്കണോ? നിനക്ക് പരലോകത്ത് സമാധാനം വേണോ? പെങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ചോ. നിന്റെ പ്രണയം നിന്റെ ഈമാൻ തകർക്കാതിരിക്കട്ടെ, നിന്റെ ജോലി നിന്റെ വിശ്വാസം തകർക്കാതിരിക്കട്ടെ, നിന്റെ രാഷ്ട്രീയം നിന്റെ മതത്തെ തകർക്കാതിരിക്കട്ടെ. ഭൗതികമായ സുഖരസങ്ങളും അധികാരത്തിന്റെ അപ്പക്കസനങ്ങളോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാന്റെ ദീനിനെ നിങ്ങൾ വലിച്ചെറിയല്ലേ. അവസരങ്ങൾക്ക് വേണ്ടി ദീനിനെ മാറ്റിവെക്കല്ലേ. നിങ്ങൾ അവസാനം മുസ്ലിമായി മരിക്കാമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, കൽബിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നാമത്തെ ഡിമാൻഡ് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒന്നാമത്തെ ഡിമാൻഡ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. രണ്ടാമത്തെ ഡിമാൻഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത്തെ ഡിമാൻഡ് പറഞ്ഞത് വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗ്ഗം വരികയാണ്. 70,000 ചങ്ങലകളില് ഓരോ കൊളുത്തുകളിലും 70,000 മലക്കുകളുടെ അടകമ്പടിയോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വരികയാണ് വാപ്പാ. ആരുടെ മുമ്പിലാണ് സ്വർഗ്ഗം വരുന്നതെന്നറിയോ? ആരുടെ മുമ്പിലാ സ്വർഗ്ഗം തുറക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹുവിനെ പേടിച്ചു ജീവിച്ചന്റെ മുമ്പിലേക്ക്, അള്ളാനെ സൂക്ഷിച്ച് ദുനിയാവിൽ ജീവിച്ച മനുഷ്യന്റെ മുമ്പിലേക്ക് ചോദിക്കട്ടെ, ഇവിടെ മുഖം മറച്ചിരിക്കുന്ന, കാലും കൈയും മറച്ചിരിക്കുന്ന, ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന എന്റെ പെൺകൊടിമാരോട്, ഉമ്മമാരോട് ചോദിക്കട്ടെ, നിന്റെ പരസ്യ ജീവിതത്തിൽ നിനക്ക് നല്ല പർദ്ദയുണ്ട്, നിനക്ക് മുഖമക്കനയുണ്ട് പെങ്ങളെ, നിന്റെ കാലിലെ കാലുറയുണ്ട്, നിന്റെ കയ്യില് കയ്യുറയുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഉമ്മ, നീയും നിന്റെ ശരീരവും ഒറ്റപ്പെടുന്ന സമയത്ത് നിന്റെ രഹസ്യ ജീവിതത്തിൽ നിനക്ക് നിന്റെ പടച്ചോനെ പേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരസ്യത്തിൽ നമുക്ക് അല്ലാഹുവിനെ പേടിയാണ്. നമുക്ക് അല്ലാഹുവിനെ പേടിയുള്ളത് പരസ്യത്തിലാണ്. നമ്മൾ പടച്ചോനെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. കാരണം അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുന്നത് പടച്ചോനെ പേടിച്ചവരുടെ മുമ്പിലാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട്
എന്നിട്ട് പറയുന്നുണ്ട് ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. നാളെ പരലോകത്തിന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടന്നു വരും സൗബാനെ. എങ്ങനെയാണ് അവർ കടന്നു വരുന്നതെന്നറിയോ? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിളാ ഫയജഅലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാനു മൻസൂറാ. നാളെ പടച്ചോന്റെ പരലോകത്ത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരികയാണ്. എങ്ങനാണ് അവര് കടന്നു വരുന്നതെന്നറിയോ ഉമ്മ? ഒരുപാട് സൽക്രമങ്ങളുടെ കൂമ്പാരം അവർക്കുണ്ട്. ചെറിയ ചാക്കുകെട്ടിൽ കൊണ്ടുവരുമെന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിളാ ഫയജഅലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാനു മൻസൂറാ. പടച്ചോന്റെ പരലോകത്തേക്ക് നാളെ കടന്നു വരികയാണ് ഒരു വിഭാഗം. അവർക്ക് ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞത് മക്കയുടെയും മദീനയുടെയും പ്രാന്ത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വെളുവെളുത്ത വലിയ പർവ്വതത്തിന് സമാനമായ സൽക്രമങ്ങളുമായിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് നാളെ എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരികയാണ്. ഫയജഅലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാനു മൻസൂറാ. പക്ഷേ വാപ്പാ, അവരുടെ സൽക്രമങ്ങൾ ഉണ്ടല്ലോ, പടച്ച റബ്ബ് ധൂളികളാക്കി ആകാശത്തുകൂടി പറത്തി വിടുകയാണ്. നിങ്ങളെ കസേര മെല്ലെ ഇളക്കിയാൽ പൊടിപടലം ആകാശത്തേക്ക് ഉയരുന്നത് കാണാം. അതുപോലെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു ആകാശത്തുകൂടി ധൂളികളാക്കി പറത്തി വിടുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ സൗബാൻ തങ്ങളെ കണ്ണ് നിറയാൻ തുടങ്ങി. റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു. നബിയേ, അവരാരാണെന്ന് പറഞ്ഞതാ നബിയേ, അവരാരാണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞതാ നബിയേ. അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നത്. സമ്പത്തുള്ളപ്പോഴല്ലേ നമ്മൾ സ്വതക്ക കൊടുത്തത്, വലിയ സൗകര്യങ്ങൾ ഉള്ളപ്പോഴല്ലേ നമ്മൾ സ്വതക്ക കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇല്ലായ്മയിലും ഉള്ളത് കൊടുത്തവരാ വാപ്പാ. ഒരു പാവപ്പെട്ടവൻ മുമ്പ് വന്ന് കൈ നീട്ടിയപ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ട് പുറംതിരിഞ്ഞ് നടന്നവരല്ലേ നമ്മള്. അല്ലാഹുവിന്റെ പള്ളിയിൽ പോവാന് ദൂരമൊരു തടസ്സമല്ലേ നമുക്ക്. പാതിരാത്രി കളിക്കളങ്ങളിൽ, വിനോദങ്ങളിൽ, ടെറഫുകളില് സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാര് ഉറക്കത്തിന്റെ പേര് പറഞ്ഞല്ലേ വയതിലേക്ക് എത്താത്തത്. നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് മാറിയുടുക്കാൻ വസ്ത്രമില്ല, നല്ല ഭക്ഷണം അവര് കഴിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് വരെ അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് വരെ രണ്ടു നേരം അവിടുന്ന് അടുപ്പിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല. രണ്ടു നേരം അടുപ്പിച്ചിട്ട് അവിടുന്ന് നിന്റെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. വിഭവസമൃദ്ധമായ ഭക്ഷണമല്ലേ. വിശുദ്ധ റമളാനിന്റെ പകല് മുഴുവനും പട്ടിണി കിടക്കാൻ പറഞ്ഞ ചെയ്തു പോയ കർമ്മങ്ങളൊന്നും പടച്ചോന്റെ അടുക്കലേക്ക് എത്താത്ത ആ വിഭാഗം ആരാണ് നബിയേ? ഹബീബായ പ്രവാചകന്റെ മറുപടിയാണ്, അമാ ഇന്നഹും ഇഖ്വാനുകും. സഹാബ, അവര് നിങ്ങളിൽ പെട്ടവര് തന്നെയാണ്. വമിൻ ജിൽദത്തികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന. നിങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചവരാണ്, നിങ്ങൾ നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിച്ചവരാണ്. നിങ്ങളിൽ പെട്ടവര് തന്നെയാ സഹാബ, നിങ്ങളിൽ പെട്ടവര് തന്നെയാ സഹാബ. അവരെ തപ്പയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവേണ്ടതില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സ്വഭാവ ദൂഷ്യമുണ്ടേതെന്നറിയോ?
അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ കഴിയോ, എന്റെ വീടിന്റെ, എന്റെ ഭൗതികമായ വീടിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞാല് അശ്ലീലതയുടെ വാതായിരങ്ങൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്റർനെറ്റിന്റെ അതിപ്രസരമാണ്. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരികള് ഒരു മുഴം കയറിൽ ആത്മഹത്യ ചെയ്യുന്നത് പോലും അവരുടെ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കാത്തതിന്റെ പേരിലാണ്. പറയാൻ കഴിയോ, ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഗൂഗിളിന്റെയും അശ്ലീല വെബ്സൈറ്റുകളിലൂടെ പാതിരാത്രി സമയങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് മറ്റുള്ളവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന സമൂഹമേ, ആരെ കാണാതെ തെറ്റു ചെയ്യുന്നവരെ, പകലെന്നെ കാണാൻ എന്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നാട്ടാരുണ്ട്, ആളുകൾക്കിടയിൽ തെറ്റു ചെയ്താൽ എന്നെ പറയുമെന്ന്, എന്നെ അറിയുമെന്ന് കരുതിയിട്ട് മാറി നിന്നവരെ, മൂന്നാറ്, ഊട്ടിയും കൊടൈക്കനാലും ബാംഗ്ലൂരും അടക്കം വെക്കേഷൻ ട്രിപ്പ് പോകുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ നാടല്ലല്ലോ, കാണാൻ ഒരാളില്ലല്ലോ. ഇവിടെ കള്ളു കുടിച്ചാല് വ്യഭിചരിച്ചാല് ഒരാളും നമ്മളെ കാണാനില്ലെന്ന് നിന്റെ കൂട്ടുകാരും പറയുമ്പോ, മോനെ ഇന്നി അഖാഫുല്ലാഹ്, എന്റെ വാപ്പ കണ്ടില്ലേലും ഉമ്മ കണ്ടില്ലേലും കമ്മറ്റി കണ്ടില്ലേലും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരാ, നിനക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ? പെങ്ങളെ, നിനക്ക് പകല് പർദ്ദയുണ്ട്, നിഖാബുണ്ട്, മുഖമക്കനയുണ്ട്, നിനക്ക് കയ്യുറയുണ്ട്, കാലയുണ്ട്. പെങ്ങളെ, പാതിരാത്രി സമയത്ത് നിനക്ക് നിന്റെ ബെഡ്റൂമിലേക്ക് ചെന്നാൽ പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസിയായ ഭർത്താവ് പാതിരാത്രി സമയത്ത് വൈകുന്നേരം ഒരല്പസമയം നിന്നോട് സംസാരിക്കാൻ വിളിക്കുമ്പോ പല കാര്യങ്ങൾ കഴിവുകൾ പറഞ്ഞു ഭർത്താവിനെ ദൂരത്താക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനുമായിട്ട് പാതിരാത്രി സമയങ്ങളിൽ ചിലവഴിക്കുമ്പോ എങ്ങനാ പെങ്ങളെ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ വസ്ത്രം നോക്കിയിട്ട്, എങ്ങനാ പെങ്ങളെ നിന്റെ ജീവിതത്തിൽ നിനക്ക് സൂക്ഷ്മതയുണ്ടെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ അടുത്തിടെയാണ് 13 വയസ്സുകാരിയായ ഒരു പൊന്നുമോള് ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത് തന്നെ ഈ അശ്ലീലതയുടെ പിന്നാമ്പുറത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. ഈ സമുദായത്തിന്റെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി രാവിലെ എഴുന്നേറ്റപ്പോ അവളുടെ ബെഡ്റൂമിൽ ഒരു മുഴം കയറിൽ അവൾ ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ്. എന്റെ ഉമ്മമാര്, മക്കളെ ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കള് രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നു പോവുകയാണ്. നിങ്ങളെ കൃത്യമായിട്ട് കബളിപ്പിക്കുന്ന മക്കളാണ്. ഇത് 21ാം നൂറ്റാണ്ടാണ്, യുഗമാണ്. എല്ലാ തരത്തിലുള്ള ഇന്റർനെറ്റ് ടെക്നോളജികളും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്റെ ഉമ്മമാരും വാപ്പമാരും ജീവിച്ചൊരു കാലമല്ല. എല്ലാ തരികിടകളും കൃത്യമായി നമ്മുടെ മക്കൾക്ക് വശമുണ്ട്. നിങ്ങളെ കബളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. മക്കൾക്ക് നിങ്ങൾ വളം വെച്ചു കൊടുക്കല്ലേ, തെറ്റുകുറ്റങ്ങൾ കണ്ടാ തിരുത്താതിരിക്കല്ലേ, ഗൾഫിലുള്ളവന്റെ വാപ്പ വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കല്ലേ. കടൽ കടന്നു പോയാ എന്റെ ഉപ്പനങ്ങാടിയിലെ ഉപ്പമാരോടാണ് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ ചെലവിന് കൊടുക്കുമ്പോ അതുകൊണ്ട് നിങ്ങളുടെ കടമ തീർന്നു എന്ന് കരുതണ്ട. കൃത്യമായിട്ട് അവരുടെ മതബോധവും മതമൂല്യവും നിലനിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് മറന്നു പോവരുത്. 13 വയസ്സുകാരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഒരു മുഴം കയറിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത് ഈ മൊബൈൽ എന്ന മഹാഫിത്തനയുടെ ഇടയിലൂടെ പോയത് കൊണ്ടാണ്. 13 വയസ്സുകാരി അവളുടെ ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്തു. 13 വയസ്സുകാരി എന്ന് പറയുമ്പോ നമുക്ക് കൗമാരം മാറാത്ത, കൗമാരം എന്ന് പറഞ്ഞാൽ തിരിയോ? നിങ്ങൾക്ക് ഞാൻ പറയണക്ക് തിരിയണുണ്ടോ? നിങ്ങൾക്ക് ഈ രാമായണം മൊത്തം കേട്ടിട്ട് സീതാരാമന്റെ ആരാന്ന് ചോദിക്കണ മാതിരിയാവരുത്. 13 വയസ്സുകാരി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാണ്. അവൾ കൊച്ചാണ്. 13 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് 7ലോ 8ലോ പഠിക്കുന്ന പ്രായത്തിൽ എന്റെ മക്കൾ അങ്ങനെയാണ്, കൊച്ചുകുട്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു വളർത്തുന്ന ഒരു വയസ്സാണ് 13 വയസ്സ്. 13 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി. മാതാപിതാക്കളോട് ചോദിച്ചു, മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, സലാം പറഞ്ഞ് കിടന്നുറങ്ങിയവളാണ്. രാവിലെ വാതിൽ തുറക്കാമെന്ന് വന്നപ്പോ
ജനാല പൊളിച്ചു നോക്കുമ്പോ ഒരു മുഴം കയറിൽ അവൾ ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ്. എന്താണ് പ്രശ്നം? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അടുത്ത അന്വേഷണം സ്കൂളിലേക്കാണ്. അധ്യാപകർക്കെല്ലാം 100 മാർക്കാണ്. മിടുക്കി കുട്ടിയാണ്, ഒരു വിഷയത്തിനും അവളില്ല. പഠിക്കും, കൂട്ടുകാരുമായിട്ടൊക്കെ കൂടും, വലിയ ഓവർ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അവൾ തിരിച്ചു വീട്ടിലേക്ക് പോകും. സഹപാഠികളോട് ചോദിച്ചു, വലിയ പ്രണയം അങ്ങനെ എന്തെങ്കിലും ഇല്ല. അങ്ങനെ ഒരു രീതി അവക്കില്ല. പിന്നെന്താണ് ഈ 13 വയസ്സുകാരി ഒരു മുഴം കയറിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്? എന്റെ ഉമ്മമാരെ ശ്രദ്ധയോടെ വാഴ നിർത്തി നിങ്ങളോട് 1-2 കാര്യങ്ങൾ സംസാരിച്ച് നിർത്തുകയാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ മക്കളെ അത്രമേൽ ജാഗ്രതയോടുകൂടി വളർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അവസാനം ഒരു മുഴം കയറിൽ അവർ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു എന്ന് വാർത്ത കേൾക്കുമ്പോൾ വാവിട്ട് കരയുന്ന ഉമ്മയും വാപ്പയുമായി ജീവിതകാലം മുഴുവനും മക്കളുടെ നട്ടത്തെ ഓർത്ത് കരയേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമില്ലെങ്കിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ആ പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന 13 വയസ്സുകാരിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ വില 1.5 ലക്ഷം രൂപയാണ്. നിങ്ങളൊക്കെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ദുബൈയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും സൗദിയിൽ നിന്നൊക്കെ ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കും ചെറിയ പറക്കമുറ്റാത്ത 7, 8, 10 വയസ്സുള്ള മക്കൾക്ക് വാപ്പമാര് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏതാണ്? ഐഫോണിന്റെ സീരീസുകൾ ഇങ്ങനെ മാറുന്നതനുസരിച്ച് 22, 23, 24 അൾട്രാകൾ അടക്കം 13, 12 വയസ്സുള്ള മക്കൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന വാപ്പമാരോട് എന്തിനാണ് നമ്മളൊക്കെ ഒരു 50,000-ൽ കൂടിയ ഫോൺ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിരിക്കും? ഒരു 50,000 രൂപയുടെ ഫോൺ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 10 കൊല്ലം. നമ്മുടെ 11 വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നതും ഏതാണ്? ഐഫോൺ 17 പ്രോ മാക്സ്. ഇന്ത്യൻ പ്രൈസ് ഏകദേശം 1,75,000 രൂപ എബോവ്. ഉസ്താദിനെല്ലാം കൃത്യമായിട്ട് അറിയുമെന്നായിരിക്കും അല്ലേ? ഒരു സിനിമയുടെ കഥ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ആദ്യം കണ്ടിട്ടായിരിക്കും ആ കഥ പറയണേന്ന് ചിന്തിച്ചവരാണ്. ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ, പഠിക്കണമല്ലോ. 1,75,000 രൂപയുടെ ഫോണാണ് വാപ്പാടെ ഗിഫ്റ്റ്. ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ അടിച്ച വീഡിയോ വാപ്പാടെ ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോ നിങ്ങളുടെ മക്കൾക്കുള്ള കുഴി നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കരുത്. നിങ്ങൾ വല്ല സ്വർണ്ണോ വല്ല വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുത്തോ? വില കൂടിയ മൊബൈൽ ഫോണാണ്, 1 ലക്ഷത്തിൽ കൂടിയ മൊബൈൽ ഫോണാണ് ആ പെൺകുട്ടിയുടെ കയ്യിലുള്ളത്. അവക്കൊരു 13 വയസ്സുകാരിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്.